പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കത്തിന് തടസ്സം നേരിടുകയും ചെയ്താലും അത് ഇന്ത്യയുടെ എണ്ണ ലഭ്യതയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഒരു രാജ്യത്തിൽ നിന്നും മാത്രം എണ്ണ വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിച്ചുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിലുള്ളത്. നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുകളിൽ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്ക് വഴിയല്ല രാജ്യത്തേക്ക് എത്തുന്നത്. ഇത് സംഘർഷ സാധ്യതയുള്ള ഒരു മേഖലയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ്. ഇതിനു പുറമെ അടിയന്തര ആവശ്യങ്ങൾ നേരിടാൻ രാജ്യത്തിന്റെ തന്ത്രപരമായ എണ്ണശേഖരം ഇന്ത്യ ഒരുക്കി വച്ചിട്ടുണ്ട്. പുറത്തു നിന്നുള്ള എല്ലാ വിതരണവും നിലച്ചാൽ പോലും 70 തൊട്ട് 74 ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാ സമയത്തും രാജ്യത്തുണ്ടാകും. ഇതിനു പുറമെ 10 ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിന് ഒരു കരുതൽ ശേഖരം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഈ തന്ത്രപരമായ എണ്ണശേഖരം പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പദൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ 5.33 ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണുള്ളത്. ഇത് ഏകദേശം 39 ദശലക്ഷം ബാരലിന് തുല്യമാണ്. അടുത്ത 3 സ്ഥലങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള വിപുലമായ നീക്കത്തിലാണ് നിലവിൽ സർക്കാർ. ഈ സംഭരണ സംവിധാനങ്ങൾ അതീവ സുരക്ഷയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 90 മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് ക്രൂഡ് ഓയിൽ സൂക്ഷിക്കുന്നത്. ഒരു 30 നില കെട്ടിടത്തിന്റെ ആഴത്തിൽ ഭൂമിക്കടിയിലായാണ് ഈ അറകൾ സ്ഥിതി ചെയ്യുന്നത്. 2020 കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞപ്പോൾ ഈ അവസരം മുതലെടുത്ത് ഇന്ത്യ കൂടുതലായി ക്രൂഡ് ഓയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു. ഇത് ഏകദേശം 5000 കോടി രൂപയുടെ ലാഭം രാജ്യത്തിന് നേടിക്കൊടുത്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 80% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത്. പ്രതിദിനം ഏകദേശം 5 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്ത ഏതാനും ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തന്ത്രത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ലോകത്തെ 40ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ റഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക, US, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള പദ്ധതികൾ ഇന്ത്യ സജീവമായി നടപ്പിലാക്കുന്നുണ്ട്. പേർഷ്യൻ കടലിടുക്ക് ഒഴിവാക്കിയുള്ള വ്യാപാര പാതകൾ കണ്ടെത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ റഷ്യയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 39% റഷ്യയിൽ നിന്നാണ്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിലിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ വില കുത്തനെ ഇടിഞ്ഞു. ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യ പതിയെ റഷ്യൻ എണ്ണയിലേക്ക് തിരിയുകയായിരുന്നു. ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തകൃതിയായി നടക്കുമെന്നാണ് വിവരം. റഷ്യയെ കൂടാതെ ഇറാഖ്, സൗദി അറേബ്യ, UAE, USA, നൈജീരിയ, അങ്കോള, കുവൈറ്റ്, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ളത്. ആഗോള എണ്ണ ചരക്ക് കടത്തിന്റെ ഏകദേശം 30%, വാതകത്തിന്റെ 20% ഈ കടലിടുക്ക് വഴിയാണ് പോകുന്നത്. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്ക് ഇറാന്റെ അതിർത്തി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ലോക വ്യാപാരത്തെ ഗുരുതരമായി ബാധിക്കുകയും എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇന്ത്യയിലേക്ക് പ്രധാനമായും ക്രൂഡ് ഓയിലും വാതകവും വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40%, വാതക ഇറക്കുമതിയുടെ 54% ഹോർമുസ് വഴിയാണ് നടക്കുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ഹോർമുസ് വഴി അടഞ്ഞേക്കാമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയിരുന്നു. ഇതിന് പരിഹാര മാർഗങ്ങളും ഇന്ത്യ കണ്ടുവച്ചിട്ടുണ്ട്. ഇറാൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ളത്. ഇറാന്റെ ബദർ അബ്ബാസ് തുറമുഖം, UAEയുടെ ഹുജൈറ തുറമുഖം, ഒമാന്റെ സോഫാർ തുറമുഖം, ഖത്തറിന്റെ റാസ് ലഫാൻ തുറമുഖം എന്നിവ ഹോർമുസിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള എല്ലാ കയറ്റുമതിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലും വാതകവും എത്താൻ മറ്റു വഴികൾ ഇന്ത്യ ഉപയോഗിച്ചേക്കും. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ഇന്ധനമാക്കി കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. റിലയൻസ് ഇൻഡസ്ട്രീസ്,
നൈര എനർജി എന്നീ കമ്പനികളാണ് ഈ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത്. ഇവരുടെ കപ്പലുകൾ പതിവായി UAE, സിംഗപ്പൂർ, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിൽ തടസ്സം നേരിട്ടാൽ ഈ പെട്രോളിയം കയറ്റുമതിയും തടസ്സപ്പെടുമെന്ന പ്രതിസന്ധിയും ഇന്ത്യ നേരിടുന്നുണ്ട്. എണ്ണ ലഭ്യതയിൽ കുറവുണ്ടായാൽ കയറ്റുമതി കുറച്ചേക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ട്. മതിയായ എണ്ണയും വാതകവും ഇന്ത്യയിലുണ്ട്. ഇറക്കുമതിക്കായി ഒട്ടേറെ രാജ്യങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നതിനാൽ പ്രതിസന്ധി കുറയും. ഇന്ത്യയിൽ ഒരു ദിവസം ഏകദേശം 55 ലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 15 ലക്ഷം ബാരൽ കടൽ വഴിയാണ് എത്തുന്നത്. ക്രൂഡ് ഓയിലിന്റെ ലഭ്യത ഇന്ത്യക്ക് പ്രശ്നമാകില്ലെങ്കിലും ചരക്ക് കടത്ത് കൂലി വർദ്ധിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക വെല്ലുവിളിയാകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഹോർമുസ് വഴി മാത്രമല്ല ഇന്ത്യയിലേക്ക് എത്തുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധം കൂടുതൽ കാലം നീണ്ടുനിന്നാൽ ആഗോള എണ്ണവില കുത്തനെ ഉയരാനും അത് ഇന്ത്യയിൽ ഇന്ധനവില വർധനവിന് കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അതീവ പ്രധാനമാണ്.